ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ മുന്നേ ഷോർട്സിൽ ഒരു സാബുദാന പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. റെസിപ്പിയല്ല, ഷോർട്സിൽ ജസ്റ്റ് അതൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടാക്കാൻ വെച്ചതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് ഷുഗർ, ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ വൈറ്റ് ഷുഗർ, വെള്ള പഞ്ചസാര എടുക്കാം. അതൊന്ന് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ആ ഒരു പായസത്തിന് ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് വെള്ളമൊന്നും ചേർക്കാണ്ട് ഫസ്റ്റ് ആ ബ്രൗൺ ഷുഗർ ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കുന്നത്. വൈറ്റ് ഷുഗർ ആണെങ്കിൽ, അതായത് വെള്ള പഞ്ചസാര ആണെങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് സമയം വെച്ചാൽ മാത്രമേ അത് ബ്രൗൺ കളർ ആവുള്ളൂ. എൻ്റെത് ഓൾറെഡി ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കരിയാതിരിക്കാൻ വേണ്ടി ഒന്ന് പെട്ടെന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചത്. കാരണം ഓൾറെഡി ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് ബ്രൗൺ കളറായിരിക്കും. ഇനി അതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളൊരു ഹാഫ് ബോട്ടിൽ, ഒരു അര ബോട്ടിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഈ ഒരു പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, ആരും മിസ് ചെയ്ത് പോരുത്. അപ്പം ഒരു അര ബോട്ടിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് നന്നായി ചൂടായതിന് ശേഷം ഒന്ന് തിളച്ച് വരുമല്ലോ, അപ്പോൾ അതിലേക്ക് ഒരു ഞാൻ 2 പാക്കറ്റ് പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അര ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ടാണ് വേണമെന്നുള്ളതെങ്കിൽ ഒരു പാക്കറ്റ് പാലും കൂടി ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് തിക്കിലാണ് ആക്കുന്നത്, അതുകൊണ്ട് 2 പാക്കറ്റ് പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പഞ്ചസാര ഒന്ന് നമ്മളെ കട്ടിയായിട്ട് ഉണ്ടാവുക, അപ്പം പെട്ടെന്ന് ആ പാലുമായിട്ട് യോജിച്ച് വരില്ല. അപ്പോൾ അത് ഇളക്കി ഇതാ ഇപ്പോൾ ഈ കാണുന്ന പോലെ പഞ്ചസാരയും പാലും ഒന്നും വേറെ വേറെ നിൽക്കാതെ രണ്ടും ഒരുപോലെ ആവുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. കൈ എടുക്കാണ്ട് ഇളക്കണം. ഇനി കുറച്ച് സമയത്തേക്ക് ഒന്ന് വെറുതെ വിട്ടാൽ അത് തിളച്ച് വരും. തിളച്ച് വരുന്ന സമയത്ത് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പാലല്ലേ, എന്തായാലും തിളച്ച് തൂവി പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്തേക്ക് പാൽ ഏകദേശം ആയല്ലോ. ഈ സമയത്തേക്ക് നമ്മൾ ഒരു 6-7 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച സാബുദാന നമ്മൾ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, സാബുദാന ഇട്ട് കൊടുത്തതിന് ശേഷം കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കണം. കാരണം ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് വെറുതെ വിടുക, പിന്നെയും ഇളക്കി കൊണ്ടുവയ്ക്കുക, പിന്നെയും ഒരു 2 മിനിറ്റ് ഇളക്കി കൊണ്ടുവയ്ക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് വെക്കുക. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് ആരും മടി കാണിക്കേണ്ട, ഇളക്കിക്കൊണ്ട് വെക്കുക. ഞാനതുകൊണ്ടാണത് വീണ്ടും ഞാൻ ഇളക്കിയത് അത്രയും വീഡിയോസ് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് വെറുതെ വിടുമ്പം അത് പതക്കാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2-3 അല്ലി ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊന്ന് പതക്കാൻ വിടണം. ഞാനത് വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്തതാണ്, ഒരുപാടാവുമെന്ന് വെച്ചിട്ട്. കുറച്ചത് പതക്കുന്ന സമയത്ത് നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ ഒരു 3 ഏലക്കായും കൂടി വറുത്തതും കൂടി ചേർത്ത് വീണ്ടും നന്നായി തിളക്കാൻ അനുവദിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പായസത്തിൻ്റെ റെസിപ്പി. ഇപ്പം നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ട്, കട്ടിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ തിളക്കാൻ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സാബുദാന പായസം റെഡി ആയിട്ടുണ്ട്. സാധാരണ പായസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പായസം ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.